നമസ്കാരം. മസാല ബോണ്ട് കേസിൽ വീണ്ടും തോമസ് ഐസക് വക തൊടുന്യായങ്ങൾ. കേസന്വേഷണത്തിന് വേണ്ടി അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ സാധിക്കില്ലെന്നാണ് മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. മസാല ബോണ്ട് കേസിൽ ഇഡി സമൻസ് ചോദ്യം ചെയ്തുള്ള തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കവെയായിരുന്നു ഇക്കാര്യം തോമസ് ഐസക് അറിയിച്ചത്. ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളെല്ലാം ഈ റെക്കോർഡായിട്ടാണ് ഉള്ളത് എന്ന് തൊടുന്യായം ഉയർത്തിയിരിക്കുകയാണ് തോമസ് ഐസക്. സമൻസിന് മറുപടി നൽകാൻ കിഫ്ബി തയ്യാറാണ് എന്ന് പറയുമ്പോഴും കേസിൽ നിർണായകമായ വിവരം നൽകാൻ സാധിക്കുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇഡി. എന്നാൽ താൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് ആവർത്തിക്കുന്നു തോമസ് ഐസക്. കിഫ്ബി ഹാജരായേക്കുമെന്നും സൂചനയുണ്ട്. എല്ലാ രേഖകളും കിഫ്ബിയുടെ പക്കലാണുള്ളതെന്നും താൻ ഹാജരാകേണ്ട കാര്യമില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേസിൽ ഒറ്റത്തവണയെങ്കിലും സമൻസിന് മറുപടി നൽകിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി കൂടെ എന്നുമായിരുന്നു ഹൈക്കോടതി അന്ന് ചോദിച്ചത്. ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ പകർത്തുമല്ലോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കോടതിയുടെ നിർദ്ദേശത്തിൽ കക്ഷികളുമായി കൂടിയാലോചിച്ച് തിങ്കളാഴ്ച മറുപടി നൽകാമെന്ന് അന്ന് അഭിഭാഷകൻ പറഞ്ഞതാണ്. മസാല ബോണ്ട് ഇടപാടിൽ 2 സമൻസ് ആണ് ലഭിച്ചതെന്ന് കിഫ്ബി കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഒരു സമൻസ് സർട്ടിഫൈഡ് കോപ്പി നൽകാനും ഒന്ന് നേരിട്ട് ഹാജരാകാനുമായിരുന്നു. സർട്ടിഫൈഡ് കോപ്പി നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും സിഇഒയോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞതാണ് ചോദ്യം ചെയ്യുന്നതെന്നും കിഫ്ബി അന്ന് കോടതിയെ അറിയിച്ചു. കോടതിയുടെ നിർദ്ദേശത്തിൽ കക്ഷികൾക്ക് തൃപ്തിയില്ല എങ്കിൽ മെറിറ്റിൽ വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി അന്ന് വ്യക്തമാക്കിയതാണ്. 5ലധികം തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെങ്കിലും മുൻ മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഹാജരാകുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കാൻ കാരണം. എന്നാൽ കോടതിയുടെ ഇടപെടലിന് പോലും യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ തോമസ് ഐസക് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു തരത്തിലും കേസ് അന്വേഷണത്തോട് സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്നിപ്പോൾ മസാല ബോണ്ട് കേസ് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിട്ട് പോലും നിലപാടിൽ യാതൊരു മാറ്റവും വരുത്താതെ തോമസ് ഐസക് പറയുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ ഒന്നും തന്നെ തനിക്ക് നൽകാൻ സാധിക്കില്ല എന്ന്. ആ നിലപാടിൽ ഉറയ്ക്കുകയാണ് അദ്ദേഹം. അതേസമയം കേസിൽ തോമസ് ഐസക് ഹാജരായാലും ഇല്ലെങ്കിലും ഈ മാസം 27, 28 തീയതികളിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്.